PSC ജംഗ്ഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമിക്സിന്റെ 2021 തൊട്ട് 26 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വരും ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ സബ്ജക്റ്റും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. അപ്പൊ ഇന്ന് നമ്മൾ എക്കണോമിക്സ് ആണ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഇതൊരു സീരീസ് ആയിട്ട് പോവാണ്. ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകളും അഡീഷണൽ ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ 19-ാം തീയതി സെപ്റ്റംബർ 19-ന് നമ്മുടെ VFAയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇനി സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളും പ്രത്യേകിച്ച് ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെ എക്സാമിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റും. അപ്പോൾ PSC ജംഗ്ഷനിലാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 600 രൂപ മാത്രമാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് SCERT അവൈലബിൾ ആണ്. SCERT ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോട്ട്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഓരോ 3 ദിവസം കൂടുമ്പോഴും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിന്റെ എല്ലാം ലൈവ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ 600 രൂപ മാത്രമാണ് നിങ്ങളുടെ കോഴ്സ് ഫീസ് വരുന്നത്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫീസിന്റെ കാര്യം ആലോചിച്ചിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കുക, ബുദ്ധിമുട്ട് വേണ്ട. ചെറിയ ഫീസ് മാത്രമാണ്. ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ആയിട്ട് ഓക്കെ ആണ്. ഡെയിലി തരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം, ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും പ്രത്യേകിച്ച് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? നമ്മുടെ അരവിന്ദ് പനഗരിയാണ് അല്ലെ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നത് ഏകദേശം 2015 തൊട്ട് 2017 വരെയുള്ള കാലഘട്ടത്തിലാണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇദ്ദേഹത്തെ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം, 16ാമത് ധനകാര്യ കമ്മീഷന്റെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ അല്ലെങ്കിൽ ഫൈനാൻസ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന വ്യക്തി കൂടിയാണ് അരവിന്ദ് പനഗരിയ എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ അമിതാഭ് കാന്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നീതി ആയോഗിന്റെ മുന്നത്തെ CEO ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അമിതാഭ് കാന്ത് എന്ന് പറയുന്നത്. ആദ്യത്തെ CEO ആരായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിന്ധുശ്രീ. സിന്ധുശ്രീ ഗുല്ലർ ആയിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷയായിട്ട് CEO ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇദ്ദേഹം CEO ആയിട്ട്, അമിതാഭ് കാന്ത് ആണെങ്കിലും CEO ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം G20 നമ്മുടെ ഇന്ത്യയുടെ ഷെർപ്പയായിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അമിതാഭ് കാന്ത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് പഠിച്ചു വെക്കുക. നീതി ആയോഗിന്റെ നിലവിലെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു വെക്കുക. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എന്നാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ്, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് ഈ പറയുന്ന നീതി ആയോഗ്
നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം വരുന്നത്. ആരാണ് ഈ പറയുന്ന നീതി ആയോഗിന്റെ അധ്യക്ഷൻ, ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ ചെയർമാൻ ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ കൺഫ്യൂസിംഗ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഈ ഭാഗത്തുനിന്ന്. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ഇന്ത്യയിൽ നമ്മുടെ GST നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചത്. GST എന്നാണ് നിലവിൽ വരുന്നത്? 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. 2017 ജൂലൈ 1 വർഷം കൃത്യമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്, വർഷം മാത്രമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജൂലൈ 1 എല്ലാ വർഷവും നമ്മൾ ജൂലൈ 1 എന്തായിട്ട് കൊണ്ടാടുന്നത്? GST ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഓക്കെ, GST ഡേ ആയിട്ട് ജൂലൈ 1 നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ ഇവിടെ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതി ചോദിച്ചു കാണാറുണ്ട്. 101ാമത് ഭരണഘടനാ ഭേദഗതി 2016 101ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ GST അവതരിപ്പിച്ചത് എത്രാമത്തെ ബില്ലായിരുന്നു? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് GST അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ ചോദിച്ചാൽ 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി GST ആദ്യമായിട്ട് അംഗീകരിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അസമാണ് വരുന്നത്. ഓക്കെ, അസമിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നതായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ GST നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന അവസാനത്തെ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജമ്മു കാശ്മീർ ആണ് വരുന്നത്. അവസാനമായിട്ട് ഇത് നടപ്പിലാക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. അതുപോലെ തന്നെ നമ്മുടെ GST കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. GST കൗൺസിൽ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് GST കൗൺസിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. GST കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. 279A ആണ് GST കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ് വരുന്നത്? GST കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിയാണ്, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് വരുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിർമ്മല സീതാരാമൻ ആണ് വരുന്നത്. ഓക്കെ, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നമ്മുടെ ഈ ഒരു GST കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൂടെ അവിടെ ഒന്ന് ഓർമ്മിക്കുക. ഇനി GSTയുടെ ടാഗ് ലൈൻ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ഓക്കെ, വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ ടാഗ് ലൈൻ ആണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന GSTയുടെ ടാഗ് ലൈൻ ആയിട്ട് വരുന്നതാണ്. ഇനി GST ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രാൻസ് ആണ് വരുന്നത്. അത് ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന GST ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഈ പറയുന്ന GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചത്. റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മുംബൈ ആണ് അല്ലെ? മുംബൈ ആണ് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. 1937 കാലഘട്ടത്തിലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഏതാക്കി മാറ്റുന്നത്? മുംബൈ ആക്കി മാറ്റുന്നത്. 1937 ഈ ആസ്ഥാനം, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ മുംബൈനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടി ഉണ്ട് അല്ലെ? ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഏതാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? അത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന മുംബൈ ആണ് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൂടെ അവിടെ ഓർമ്മിക്കുക. ഇനി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ് വരുന്നത്? അത് 1935 ഇത് സ്ഥാപിതമാകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ 1935 ഏപ്രിൽ 1 അതുകൂടെ ഓർമ്മിച്ച് വെച്ചോ. എങ്ങാനും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 35 ഒക്കെ ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ 1935 ഏപ്രിൽ 1 ഈ ഒരു റിസർവ് ബാങ്ക്
സ്ഥാപിതമാകുന്നത്. ഇനി ഇത് എന്നാണ് നാഷണലൈസ് ചെയ്യുന്നത്, എന്നാണ് ഇതിനെ ദേശസാൽക്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 1949 ജാനുവരിയിലാണ്. ഓക്കെ, 49 എന്നെങ്കിലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. 1949ലാണ് റിസർവ് ബാങ്കിനെ നാഷണലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു കമ്മീഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അതാണ് ഹിൽട്ടൺ കമ്മീഷൻ. ഓക്കെ, ഹിൽട്ടൺ കമ്മീഷൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കമ്മീഷനാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്കറിയാം റിസർവ് ബാങ്ക് ഒക്കെ പറയുമ്പോൾ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിലും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന നമ്മുടെ റിസർവ് ബാങ്ക് തന്നെയാണ് അല്ലെ. അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. അത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ 1935 ഏപ്രിൽ 1 സ്ഥാപിതമായി. 37ലാണ് അതിന്റെ ആസ്ഥാനം മുംബൈയിലോട്ടാക്കുന്നത്. മുംബൈ നമ്മുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് 1949ലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു കമ്മീഷനാണ് ഹിൽട്ടൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ദേശീയ വരുമാനം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണക്കിലാക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് കാർഷിക മേഖലയുണ്ട്, വ്യാവസായിക മേഖല വരുന്നുണ്ട്, അതുപോലെ തന്നെ സേവന മേഖല വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 3 പ്രധാന മേഖലകളിൽ നിന്നാണ് നമ്മുടെ വിദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ കണക്കിലാക്കുന്നത്. അപ്പോൾ കാർഷിക മേഖല നമുക്കറിയാം, നമ്മുടെ കൃഷി, അതുപോലെ തന്നെ മത്സ്യബന്ധനം, ഖനനം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് കാർഷിക മേഖലയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. വ്യാവസായിക മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ. പ്രൈമറി സെക്ടർ കാർഷിക മേഖല, സെക്കൻഡറി സെക്ടർ ആയിട്ട് വരുന്നതാണ് വ്യാവസായിക മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത്. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യാണ്? സംസ്കരിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാണ് വ്യാവസായിക മേഖലയിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ പറയുന്ന വ്യാവസായിക മേഖലക്ക് ഉദാഹരണമാണ്. ഇനി ടേഴ്സറി സെക്ടർ ആയിട്ട് വരുന്നതാണ് നമ്മുടെ സേവന മേഖല എന്നറിയപ്പെടുന്നത് അല്ലെ. സേവന മേഖലയിൽ എന്താ ചെയ്യുന്നത്? ഉൽപ്പന്നങ്ങൾക്ക് പകരം ഇവിടെ സർവീസസ് ആണ്, അല്ലെങ്കിൽ സേവനങ്ങളാണ് ഇവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 മേഖലകളാണ് കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ കണക്കിലാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താ വരുന്നത്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന് പറയുന്നത് ഏതിന്റെ പ്രവർത്തന തത്വമാണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാ വരുന്നത്? നമ്മുടെ സഹകരണം, സ്വയം സഹായം, അതുപോലെ തന്നെ പരസ്പര സഹായം. സ്വയം സഹായം, പരസ്പര സഹായം, സഹകരണം, ഇത് 3ആണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരാൾക്ക് വേണ്ടി, ഒരാൾ എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിയമം വരുന്നത് ഏകദേശം 1904ലാണ്. 1904ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കേഴ്സൺ പ്രഭുവിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് ഈ ഒരു ഭേദഗതി അല്ലെങ്കിൽ ഈ ഒരു നിയമം ഈ ഒരു നിയമം 1904 നിലവിൽ വരുന്നത്. ഇനി സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അതാണ് 97ാമത്തെ ഭരണഘടനാ ഭേദഗതി. 2011ലാണ് ഇത് വരുന്നത്. 2011 97ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭേദഗതികൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതനുസരിച്ചുകൊണ്ടാണ് ഈ 2011 97ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി
അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. താഴെ പറയുന്ന പ്രസ്താവനകളെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറയുന്നത്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. സോ ഒന്നില്ലാത്ത ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി എന്താണ്? ആവശ്യമുള്ളത്രയും പോഷകപ്രദവും അതുപോലെ തന്നെ ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കണം. മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കണം എന്ന് പറയുന്നതും ഭക്ഷ്യസുരക്ഷയില് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടില്ലാത്ത ഓപ്ഷനൂടെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ 50-50 എത്തി. ഇനി എന്താണ്? വസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്താണ്? പൗരന്റെ നിയമപരമായ അവകാശം തന്നെയാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ മൂന്നില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് വരുന്നത്? ഡി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരെ ഓപ്ഷന്റെ ഉത്തരത്തിലോട്ട് എത്തി. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സബ്സിഡി കുറക്കുക എന്നുള്ളത് ഒരിക്കലും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതല്ല. അപ്പോ ബാക്കി മൂന്നും എന്താണ്? ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ് എന്നുള്ളതൊന്ന് ഓർമ്മിക്കുക. ഇനി ഭക്ഷ്യഭദ്രതാ നിയമം എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം വരുന്നുണ്ട്. NFSA എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? NFSA ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പോഷകപരമായിട്ടുള്ള പോഷകപരമായിട്ടുള്ള ഫുഡുകൾ, കാര്യങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതെല്ലാം ഈ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പദ്ധതികളും നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ നമ്മുടെ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഏകദേശം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ്, കുടുംബങ്ങൾക്ക്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഏകദേശം 35ഓളം കിലോ ഭക്ഷ്യധാന്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വിമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നിയമങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ VFAയുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ താഴെ നമ്മൾ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്താണ് ക്വയറീസ് അറിയിച്ചാലും മതി. കോഴ്സിന്റെ ഫീസ് വരുന്നത് വെറും 600 രൂപയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്? ഇവിടെ നമ്മൾ കൺഫ്യൂസിങ് ആക്കും. നമുക്ക് 95 അല്ല, സോറി 55 അല്ല എന്ന് പറയാം, 57 അല്ല എന്നറിയാം. 1950 ആണോ 51 ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ നിൽക്കും. 1951 അല്ലെ? 1951 തൊട്ട് 56 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. അപ്പൊ എക്സാമുകൾക്ക് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അതെന്തായാലും പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് നമ്മുടെ SCERT ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒന്നാണ്. ചെറിയ ക്ലാസ്സിലെ SCERT കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് തന്നെ പോവാം. 1951 തൊട്ട് 56 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ എന്നാ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ്. ആസൂത്രണ കമ്മീഷൻ പലതവണ പ്രത്യേകിച്ച് നമ്മുടെ SCERT പറഞ്ഞു പോകുന്ന പോയിന്റ്സ് ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പം 51 തൊട്ടടുത്ത വർഷമാണ് നമ്മൾ ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഹരോഡ്. ഓക്കെ, ഹരോഡ് ഡൊമാർ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്? കൃഷി വരുന്നുണ്ട്, ജലസേചനം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഊർജം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മേഖലക്കായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിന് ജലസേചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബക്രാനങ്ങൾ, ഹിറാഗുണ്ട്, അതുപോലെ തന്നെ ദാമോദർ വാലി പോലുള്ള അണക്കെട്ടുകളുടെ കാര്യങ്ങളൊക്കെ, അതിന്റെയൊക്കെ നിർമ്മാണം കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നതും ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഇനി
അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? ഏതാണ് വരുന്നത്? വ്യക്തിഗത ആദായ നികുതി. വ്യക്തിഗത ആദായ നികുതിയാണ് ഇതിൽ പരോക്ഷ നികുതി അല്ലാത്ത. സേവന നികുതി, വിനോദ നികുതി, പരസ്യ നികുതിയും വരുന്നത് എന്ത് തന്നെയാണ്? പരോക്ഷ നികുതിയാണ്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് വരുന്നത്? വ്യക്തിഗത ആദായ നികുതി. വ്യക്തിഗത ആദായ നികുതിയാണ് പരോക്ഷ നികുതി അല്ലാത്തത്. പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്കറിയാം ഡയറക്റ്റ് ടാക്സും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും വരുന്നത്. അതുപോലെ രണ്ട് തരത്തിലാണ് നമ്മൾ ടാക്സുകളെ നമ്മൾ എന്തായിട്ടാണ് രണ്ട് തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് അല്ലെ, ഒന്ന് നമ്മൾ പ്രത്യക്ഷം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് പരോക്ഷമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നികുതി ചുമത്തപ്പെടുന്ന വ്യക്തി തന്നെ നേരിട്ട് സർക്കാരിലോട്ട് അടക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഡയറക്റ്റ് ടാക്സ്. അതിനിടയിൽ നമ്മൾക്ക് വേറൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇൻകം ടാക്സ്, ഓക്കെ, ഇൻകം ടാക്സ് അതിന് ഉദാഹരണമാണ്. കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻകവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ടാക്സുകളെല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിലോട്ട് വരുന്ന സമയത്ത് എന്താണ്? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സേവന നികുതി ആണെങ്കിലും വിനോദ നികുതി ആണെങ്കിലും പരസ്യ നികുതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സേവനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നൽകി വരുന്ന അല്ലെങ്കിൽ ഈടാക്കുന്ന ഒരു പരോക്ഷ നികുതി ആയിട്ടാണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല അല്ലെ. അപ്പൊ അതാണ് ഈ പറയുന്ന പരോക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ സിനിമ കാണാൻ നമ്മൾ പോവാണ്, തിയേറ്ററിൽ പോവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും അമ്യൂസ്മെന്റ് പാർക്കുകളിൽ നമ്മൾ പോവാണ്, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവിടെ നമ്മൾ ടാക്സുകൾ കൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പരോക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ആ കാര്യങ്ങളൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കാം. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 1950 ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത്. ശരിയാണ് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. തൊട്ടടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചേ ഉള്ളൂ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഒന്നാമത്തെ ശരിയാണ്, ഒന്നും എലിമിനേറ്റ് ചെയ്യാനായിട്ടില്ല. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. 1951 തൊട്ട് 56 വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷന് ശരിയാണ്, രണ്ടില്ലാത്തത് ഇതിൽ മാത്രമാണ്. സോ ബി അങ്ങ് എലിമിനേറ്റ് ആയി. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി, അതല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനും കാര്യങ്ങളൊക്കെ നിർത്തലാക്കിയിട്ടാണ് അതിന് പകരമായിട്ട് എന്ത് വരുന്നത്? നീതി ആയോഗ് നിലവിൽ വരുന്നത് അല്ലെ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ തെറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ എ എലിമിനേറ്റ് ആയി, ബി നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ആക്കി. എല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ മൂന്നും ഇൻക്ലൂഡഡ് ആവും. അതുകൊണ്ട് ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നേരെ നമുക്ക് ആൻസറിലോട്ട് എത്താം. സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഈ മൂന്നും ആണ്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വന്നു. ഇത് മൂന്നുമാണ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം അല്ല, 2014 നമ്മുടെ ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് നിർത്തലാക്കുന്നതായിട്ട് കാണുന്നത്. അതിനുശേഷം 2015 നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. 2015 ജാനുവരി 1 നമ്മുടെ നീതി ആയോഗ് നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ പറയുന്ന നിലവിൽ നമുക്ക് എന്തില്ല, അപ്പോ പഞ്ചവത്സര പദ്ധതികളോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മുടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, എങ്കിലും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആദ്യത്തെ ഉപാധ്യക്ഷൻ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ
ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത് ഗുൽസാരിലാൽ നന്ദയാണ്. ഓക്കെ, ഗുൽസാരിലാൽ നന്ദ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് നടന്ന ഒരു എക്സാമിൽ കൂടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി അവസാനത്തെ പഞ്ചവത്സര പദ്ധതി, അതായത് നമ്മുടെ 12ാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് നടന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നിന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. 2012 to 2017 കാലഘട്ടത്തിലോട്ടാണ് ആ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 12ാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയിൽ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാന് വരുന്നുണ്ട്. റോളിംഗ് പ്ലാന് അതിന്റെ കാലഘട്ടം എത്രയാണ് വരുന്നത്? 1978 തൊട്ട് 80 വരെയുള്ള കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നടക്കുന്നത്. മൊറാർജി ദേശായിയുടെ അവരുടെ സർക്കാരിന്റെ സമയത്താണ് റോളിംഗ് പ്ലാന് നടക്കുന്നത്. അതുപോലെ തന്നെ ഗാഡ്ഗിൽ യോജന, ഓക്കെ, ഗാഡ്ഗിൽ യോജന വരുന്നുണ്ട്. അതുപോലെ തന്നെ മഹലനോബിസ് പ്ലാന് വരുന്നുണ്ട്. മഹലനോബിസ് പ്ലാൻ ഏതാണ് വരുന്നത്? നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മഹലനോബിസ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും എന്തുമായി ബന്ധപ്പെട്ടതാണ്, അതിന്റെ ഓരോ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ പഠിച്ചു വെക്കണേ. പ്രത്യേകിച്ച് SCRT ബേസ് ചെയ്തുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി പോവാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ബന്ധമില്ലാത്തതാണ്, തെറ്റായിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അപൂർവമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യം ഹരിത വിപ്ലവത്തിൽ വരുന്നുണ്ടോ? ഹരിത വിപ്ലവത്തിൽ വരുന്നില്ല അല്ലെ. അതായത് എല്ലാ വിളകൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നില്ല ഹരിത വിപ്ലവം പോയിട്ടുണ്ടായിരുന്നത്. ഇത് മെയിൻ ആയിട്ടും ഗോതമ്പ് വിപ്ലവം എന്നുള്ള പേരിലൂടെ അറിയപ്പെടുന്നുണ്ട് അല്ലെ, ഹരിത വിപ്ലവം. കാരണം വെച്ചാൽ ഈ പറയുന്ന വീറ്റിന്റെ പ്രൊഡക്ഷനിലായിരുന്നു ഗോതമ്പ് വിപ്ലവം മെയിൻ ആയിട്ടൊരു ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപാദനം അവിടെ കൂടി, ഹരിത വിപ്ലവത്തോട് കൂടി എന്ന് നമുക്കവിടെ പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ എലിമിനേറ്റ് ആക്കാനായിട്ട് പറ്റും? 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ബന്ധമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബന്ധം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതവിടെ പോയി. പിന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തത് ഏത് ഓപ്ഷനിലാണ്? ഡിയിലും ഇല്ല. അപ്പൊ നമുക്ക് 50-50 നമ്മൾ എത്തി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആദ്യം നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. അത് നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വെച്ചാൽ HYV അല്ലെങ്കിൽ ഹൈ yield വെറൈറ്റി സീഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഹരിത വിപ്ലവത്തിൽ വലിയൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? A എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ എല്ലാ എക്സാമിനും ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഫുൾ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഇതുപോലുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റേറ്റ്മെന്റ് വായിച്ച് സമയം കളയാതെ തന്നെ ഒരുപാട് സമയം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതൊരിക്കലും നമുക്ക് എക്സാം ഹോളിൽ പോയിരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും എന്നുള്ള കാര്യം അവിടെ നോക്കുക. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും വന്നില്ല. 50-50 എത്തിയിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഓപ്ഷൻ നോക്കിയിട്ടാണ് ആൻസറിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ എല്ലാ എക്സാമിനും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വിളകൾക്കും ഒന്നും പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് ഇത് ഗോതമ്പ്, ഓക്കെ, ഗോതമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെല്ല്, ഇതിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് അതിന്റെയൊക്കെ ഉൽപാദനത്തിലാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
നാണ്യവിളകളെയോ അതുപോലെ തന്നെ മറ്റു പയറുവർഗ്ഗങ്ങളെയോ ഇത് മെയിനായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് ബാധിക്കുന്നതൊന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഹരിത വിപ്ലവമായി നമ്മൾ പറയുമ്പോൾ ഒരു പ്രധാന വ്യക്തിയുണ്ട്, നമ്മുടെ എം.എസ്. സ്വാമിനാഥൻ അല്ലെ. എം.എസ്. സ്വാമിനാഥൻ അദ്ദേഹം ആരാണ്? SCRT-യിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ്, ബോക്സ് ഒക്കെ കൊടുത്തിട്ട്. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വെക്കണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് എം.എസ്. സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ, പോസിറ്റീവ്സ് എന്തൊക്കെയായിരുന്നു, നെഗറ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏതൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. HYV സീഡ്സ് അതല്ലെങ്കിൽ ഹൈ yield വെറൈറ്റി സീഡ്സ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. രാസവളം അതുപോലെ തന്നെ കീടനാശിനികൾ, ഇതിന്റെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുന്നതായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഉപയോഗത്തിലൂടെ കാർഷികോൽപാദനവും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു എന്നുള്ളതും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സ് റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ്, ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിസർവ് ബാങ്ക് എന്ത് ചെയ്യാണ്, വാണിജ്യ ബാങ്കുകളിൽ നിന്ന്, ഓക്കെ, റിസർവ് ബാങ്ക് നമ്മുടെ രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്, റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ നിങ്ങൾ ന്യൂസുകളിലോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതാണ് എന്നുള്ള രീതിയിലല്ല. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകൾക്ക് പണം ആവശ്യം വരുന്ന സമയത്ത് RBI നിന്ന് കടമെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി നോക്കിയേ, വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പൊ പഠിച്ചല്ലോ റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ് നമ്മൾ പഠിച്ചു. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുകയാണ് ചെയ്യുന്നത്, അത് റിപ്പോ റേറ്റ്. റിവേഴ്സ് ആണ്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിസർവ് ബുദ്ധിമുട്ട് വരുമ്പോൾ വാണിജ്യ ബാങ്കുകളിലോട്ട് പോവാണ്, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്ന ആ ഒരു എന്താണ് പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടും പഠിച്ചു നമ്മൾ, റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഗാനുഷുമാരി അതല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1881 ഇന്ത്യയില് സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോ എക്സാമിന് വേറൊരു തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു 81 എന്നതിന് പകരം 1872 എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ കാണാം. ശരി തന്നെയാണ്. സംഭവം വെച്ചാല് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നതെന്ന് വെച്ചാല് 1872 നടക്കുന്നത്. വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ലോർഡ് മായോയുടെ സമയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇന്ത്യയിൽ ഒരേ സമയം നടന്നിട്ടുണ്ടായിരുന്ന ഒരു സെൻസസ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു സമ്പൂർണ്ണ സെൻസസ് എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യയിലെ ടോട്ടലി ഒരു സമ്പൂർണ്ണ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സെൻസസ് എന്ന് പറയുന്നത് 1881 അതിനുശേഷമാണ് ഓരോ 10 വർഷം കൂടുന്ന സമയത്തും സെൻസസ് നടക്കാനായിട്ട് തുടങ്ങിയത്. ലാസ്റ്റ് ടൈം സെൻസസ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് എന്നാണ്, 2011 ഈ 2011 സെൻസസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ അതുപോലെ തന്നെ കേരള റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫാക്റ്റുകൾ ഇപ്പോഴും ക്വസ്റ്റ്യൻസിന് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ അനുപാതം അങ്ങനെയുള്ള, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഏറ്റവും കൂടിയിട്ടുള്ള സംസ്ഥാനം, കേരളത്തിൽ തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും പോപ്പുലേഷൻ കൂടിയിട്ടുള്ള ജില്ല, അങ്ങനെയുള്ള രീതിയിൽ ഈ ഒരു 11 സെൻസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും കാണാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ പഠിച്ചു വെക്കാം. 1881 ആദ്യത്തെ ഒരു സമ്പൂർണ്ണ സെൻസസ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അത് ആരുടെ സമയത്തായിരുന്നു നടന്നത്, അത് റിപ്പന്റെ സമയത്താണ്, ലോർഡ് റിപ്പന്റെ സമയത്താണ് 1881 സെൻസസ് നടക്കുന്നത്. അപ്പൊ 72 81 സെൻസസിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഓക്കെ,
അടുത്തത് GST എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചത്. GSTനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. GST എന്താണ്? ഒരു പരോക്ഷ നികുതിയാണ് അല്ലെ? ഒരു പരോക്ഷ നികുതിയാണ് ഈ പറയുന്ന GST എന്ന് പറയുന്നത്. അപ്പോൾ GST ഇവിടെ എങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കിയേ. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർത്ത് വരുന്നതാണ് GST എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർത്ത് വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. ഒരു പരോക്ഷ നികുതി മാത്രമാണ് ഏത്? ഈ പറയുന്ന GST എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പഠിക്കുന്ന ഫാക്റ്റുകൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിന്റെ മാർക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ PSC ജംഗ്ഷന്റെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? അപ്പോൾ 1995 ജാനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1995 ഈ പറയുന്ന ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO നിലവിൽ വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ സി ഓപ്ഷൻ ഇവിടെ എലിമിനേറ്റ് ആയി. ജനീവയാണ് ആസ്ഥാനം. ആസ്ഥാനം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനീവയാണ് WTOന്റെ ആസ്ഥാനം വരുന്നത്. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. ഓപ്ഷൻ ബി അവിടെ എലിമിനേറ്റ് ആയി പോയി. ഇനി മൂന്നാമത്തെ 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 171 അല്ല വരുന്നത്, 161 അംഗരാജ്യങ്ങളാണ്. 161 അംഗരാജ്യങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 166ഓളം രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സി സ്റ്റേറ്റ്മെന്റ് ഏകദേശം ഒരു കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതവിടെ നിന്ന് മായ്ച്ചേക്കുക നിങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മുടെ ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, WTOയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് അവിടെ ഓർമ്മിച്ചു വെക്കും. ഓക്കെ, അപ്പൊ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. 1955 ഇവിടുന്ന് തന്നെ അങ്ങ് പഠിച്ചു പോയി. ഇനി നിങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുക, പഠിക്കുകയൊന്നും വേണ്ട. 1955 ജാനുവരി 1 WTO നിലവിൽ വരുന്നത്. ആസ്ഥാനം ചോദിക്കാറുള്ളതാണ്. ജനീവയാണ് ആസ്ഥാനം വരുന്നത്. ഇനി ഇതിന്റെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഘാട്ട് അല്ലെ? ഘാട്ടാണ് ഈ പറയുന്ന WTOന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത്. ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നതാണ് ഘാട്ടിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഘാട്ടിന് പകരമായിട്ടാണ് WTO നിലവിൽ വരുന്നത്. അപ്പൊ അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒക്കെ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന WTOന്റെ സ്ഥാപക രാജ്യങ്ങളിലെ ഒന്നായിട്ട് തന്നെയാണ് ഇന്ത്യയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്നവിടെ ഓർമ്മിച്ചു വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. താഴെ തന്നിട്ടുള്ളതിൽ എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, അത് ശരിയാണ് അല്ലെ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ശരിയാണ്. മൂന്നാമത്തെ എന്താണ്? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. നേട്ടങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദോഷങ്ങൾ അതല്ലെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് സൈഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ നമ്മളോട് നേട്ടം ചോദിച്ചത് കൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് വരുന്നത്. നാലാമത്തെ എന്നാ വരുന്നത്? ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാനായിട്ട് സാധ്യത. സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് അവിടെ എടുത്തു വെക്കാനായിട്ട് നമുക്ക് പറ്റി എന്നാണ് പറയുന്നത്. അത് അതിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ദോഷത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിന്റെ നെഗറ്റീവ് സൈഡിൽ, ഹരിത വിപ്ലവത്തിന്റെ നെഗറ്റീവ് സൈഡിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ഈ പറയുന്ന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള ആ ഒരു എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് കൂടുന്നത് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതിൽ തെറ്റായിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി ഹരിത വിപ്ലവത്തെ കുറിച്ച് പഠിച്ചതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇവിടെ പറയുന്നില്ല. അടുത്ത ചോദ്യം, 2020
ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചിട്ടുണ്ടായിരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതിൽ എന്ത് ചെയ്യുന്നത്, ലയിക്കുന്നത് കേട്ടോ. 2020 ബാങ്ക് ലയനത്തിൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നുകൊണ്ടാണ് ലയിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? നിർമ്മല സീതാരാമൻ ആണ് ട്ടോ. നിർമ്മല സീതാരാമൻ 2021-22 സാമ്പത്തിക വർഷത്തെ ആ ഒരു ബജറ്റിന്റെ സമയത്താണ് ആദ്യത്തെ പേപ്പർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ബജറ്റ്, പേപ്പർലെസ് അതല്ലെങ്കിൽ ഡിജിറ്റൽ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് 21-22 കാലഘട്ടത്തില്. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടം നമുക്കറിയാം നമ്മുടെ കോവിഡിന്റെ ഒക്കെ സമയമാണല്ലോ. അപ്പൊ ആ കോവിഡ് പ്രോട്ടോകോളിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വാട്ട് എവർ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിർമ്മല സീതാരാമൻ ആണ് വരുന്നത്. നിലവിൽ നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രി കൂടിയാണ് ആര്? നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ക്രെഡിറ്റ് ഇരിക്കുന്നതും ആർക്ക് തന്നെയാണ്? നിർമ്മല സീതാരാമന് തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കാം. അടുത്ത ചോദ്യം, പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേക സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്, അല്ലെങ്കിൽ ചൈനയിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഇവിടെ ബി ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിക്കാട്ടോ, എന്താണ് പ്രത്യേക സാമ്പത്തിക മേഖല എന്നുള്ളത് ഇവിടെ തന്നെ പഠിച്ചു പോവാം. അപ്പൊ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഓപ്ഷൻ സി അവിടെ എലിമിനേറ്റ് ആയി. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് ഇതിൽ 100% ആദായ നികുതി ഇളവാണ് ഇതിൽ നൽകുന്നത്. ഓക്കെ, അതിനുശേഷമുള്ള 5 വർഷം എന്ന് പറയുന്നത് 50% ഇളവ്. ഓക്കെ, അതുകൊണ്ട് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ 3 വർഷം എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന പ്രത്യേക സാമ്പത്തിക മേഖല? അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് 1ഉം 2ഉം മാത്രം ശരി എന്നുള്ളതാണ്. ഇതിവിടെ എലിമിനേറ്റ് ആയി പോയി. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ടും എന്താണ് 1980 കാലഘട്ടങ്ങളിലായിട്ട് ചൈനയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ആ ഒരു മാതൃക അവിടെ വിജയിച്ചതിന്റെ ബേസിലാണ് നമ്മൾ ഇന്ത്യയിലോട്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ ചൈനയിൽ നിന്നാണ് ഈ ഒരു ആശയം വരുന്നത്. ഇത് എന്താന്ന് വെച്ചാല് വിദേശ നിക്ഷേപത്തെ അത് പ്രോത്സാഹിപ്പിക്കുക, അതിനെ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയിട്ടുണ്ടാകുന്നത്. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ ഇന്ത്യയിൽ മാക്സിമം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യങ്ങളൊക്കെ കൂടിയിട്ടാണ് പ്രത്യേക സാമ്പത്തിക മേഖല എന്നുള്ള ഈ ഒരു ആശയം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതൊന്ന് അവിടെ ജസ്റ്റ് ഓർമ്മിച്ചു വെച്ചാൽ മതി. അടുത്ത ചോദ്യം, ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലാത്തത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തില് തുടക്കത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ RBIയുടെ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1935 ഇത് സ്ഥാപിതമാകുന്നത് എന്നുള്ളത് അല്ലെ. സഞ്ജയ് മൽഹോത്രയാണ് ഇതിന്റെ നിലവിലെ ഗവർണർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ RBI ഗവർണർ എന്ന് പറയാം, അതൊക്കെ പഠിച്ചു വെക്കുക. ഓരോ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുന്ന കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫാക്ടുകൾ നമുക്ക് ഇനിയും ക്ലാസ്സുകൾ വരുന്നുണ്ട്. കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പൊ RBI 1935 സ്ഥാപിതമാകുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ശരിയല്ലാത്തത് ചോദിക്കുമ്പോൾ വേറെ ഒന്നിലോട്ടും പോകണ്ട, RRB. ഓക്കെ, RRB എന്ന് പറയുന്നത് 1985 സ്ഥാപിതമായി എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ശരിയായിട്ടുള്ളത്? 85 1975 സ്ഥാപിതം. ഒരു സംഖ്യയുടെ വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ നബാർഡ് 1982
1955 SBI വരുന്നുണ്ട്. 935 RBI വരുന്നുണ്ട്. RRB എന്നാണ് വരുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് കേട്ടോ. റീജിയണൽ റൂറൽ ബാങ്ക് നിങ്ങൾ റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്യുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. നമ്മൾ RRB എന്ന് പറയുന്നത് 975 ഇത് സ്ഥാപിതമാകുന്നത്. 975 ഒക്ടോബർ 2 കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നരസിംഹ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ബേസിലാണ് ഈ ഒരു 975 RRB രൂപീകൃതമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ 935 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1935 ഏപ്രിൽ 1 RBI നിലവിൽ വരുന്നത്. RBI നിലവിൽ വന്നു. ഇനി നബാർഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1982 ജൂലൈ 12 നിലവിൽ ഇത് ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം. ഓക്കെ, ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 82 നബാർഡ് സ്ഥാപിതമാകുന്നത്. ഓക്കെ, RRB ഓൾറെഡി പറഞ്ഞു. 1975 ഇത് സ്ഥാപിതമാകുന്നത്. നരസിംഹ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണിത് വരുന്നത്. ഇനി 1955 SBI നിലവിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ. ജൂലൈ 1 ഇത് നിലവിൽ. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉദാരവൽക്കരണം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദാരവൽക്കരണാനന്തരം എന്ന് തന്നിട്ടുണ്ട്. നവ ഉദാരവൽക്കരണം എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇതിന്റെ ആൻസർ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, എന്താണ് സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് എല്ലാ എക്സാമിനും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ഏതാണ് വരുന്നത്? 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 3 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്കതങ്ങ് പഠിച്ചു വെച്ചാൽ പോരെ. 1974-78 കാലഘട്ടങ്ങളിലാണ് 5ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കുന്നത് ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിക്കുന്നതും ഏതിലാണ്? ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പൊ ഗരീബി ഹഠാവോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ. ഓക്കെ, നാഷണൽ ഹൈവേ പദ്ധതി വരുന്നതും ഹൈവേ സംവിധാനം നടപ്പിലാക്കുന്നതും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ 1974 തൊട്ട് 78 വരെയുള്ള കാലഘട്ടത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 4 വർഷമല്ലേ വരുന്നേന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരും അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കാലഘട്ടം 1974 തൊട്ട് 79 വരെയാണ് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 5 വർഷത്തെ പദ്ധതി തന്നെ. പക്ഷെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ആ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് 1 വർഷം മുന്നേ തന്നെ 78 തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 1974 തൊട്ട് 78 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു പദ്ധതി നടക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗരീബി ഹഠാവോ എന്ന് പറയുന്ന പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു ഗരീബി ഹഠാവോ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, DP ധർ ആണ് ഇതിന്റെ ഒരു മോഡല്. ഓക്കെ, DP ധർ ആണ് ഇതിന്റെ ഒരു മോഡല് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 20 ദിന പരിപാടി എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ. 20 പോയിന്റ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 1975 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണേ. 20 ദിന പരിപാടി എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ മിനിമം നീഡ്സ് പ്രോഗ്രാം കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, മിനിമം നീഡ്സ് പ്രോഗ്രാം ഒക്കെ ഇതിൽ ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലായിട്ട് വരുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മേഖലകൾ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 1 മാത്രമാണ്. ഇനി ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് 2021 തൊട്ട് 26 വരെയുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ടുണ്ട്. ഇത് ഓരോ സബ്ജക്റ്റ് വൈസ് തന്നെ നമ്മൾ പഠിച്ചു പോവും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക, കമന്റിലൂടെ തന്നെ അറിയിക്കുക. അതിനനുസരിച്ചാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങളൂടെ അറിയിക്കുക. അതുപോലെ തന്നെ VFAയുടെ കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 600 രൂപയാണ് വരുന്നത്. SCRT മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, നോട്ടുകൾ എല്ലാം ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 600 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ again കാണാം. So thank you.